ബാബു, സ്നേഹവും വാത്സല്യങ്ങളും ചൊരിഞ്ഞ് നമ്മെ വളർത്തി വലുതാക്കുന്ന അച്ഛന്മാരെ മനസ്സിലാക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കട്ടെ. എൻ്റെ കഥയുടെ പേര് അച്ഛൻ. രാത്രി കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറ് അടുക്കളപ്പുറത്തുള്ള തെങ്ങിൻ ചോട്ടിൽ കൊണ്ടുപോയി കളയുന്ന അമ്മയോടച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുമായിരുന്നു, ആവശ്യമുള്ളത് വച്ചുണ്ടാക്കിയാൽ പോരെ എന്ന്. അടുക്കള ചുമരിൽ തൂക്കിയിട്ട മുളകുപൊടി പാത്രവും മഞ്ഞപ്പൊടി പാത്രവും ചായപ്പൊടി പാത്രവും എല്ലാം ഇടയ്ക്കിടെ തുറന്നു നോക്കി അച്ഛൻ ചോദിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസമല്ലേ ഇതൊക്കെ വാങ്ങിയത്, ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന്. മഴക്കാലത്ത് ഷർട്ടിൻ്റെ പിറകിൽ ചളി തെറിപ്പിക്കുന്ന ഹവായി ചെരുപ്പിന് പകരം ഒരു പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സൂക്ഷിച്ചു നടന്നാൽ ഹവായി ചെരുപ്പാണെങ്കിലും ഷർട്ടിൻ്റെ പിറകിൽ ചളി തെറിപ്പിക്കാതെ വീട്ടിലെത്താമെന്ന്. കടയിൽ സാധനം വാങ്ങാൻ വിടും നേരം എൻ്റെ കയ്യിൽ തരാൻ പോകുന്ന നോട്ടുകൾക്കിടയിൽ കണക്കിൽപ്പെടാത്ത നോട്ട് വല്ലതും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ അച്ഛൻ പലവട്ടം തിരിച്ചും മറിച്ചും എണ്ണി നോക്കിയിരുന്നു. പലപ്പോഴും എനിക്ക് വേണ്ടി ചേനയിൽ നിന്നും കുമ്പളത്തിൽ നിന്നും മത്തലിൽ നിന്നെല്ലാം 100 ഗ്രാം വീതം വെട്ടിയെടുക്കുമ്പോൾ കടക്കാരൻ്റെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിയാറുണ്ട്. കണക്ക് കൂട്ടി സാധനങ്ങളുടെ കാശ് കൊടുത്താൽ പിന്നെ ഒരു മിഠായിക്ക് പോലുമുള്ള കാശ് ബാക്കിയവരിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള മിഠായി ഭരണികളിൽ നോക്കി വെള്ളമിറക്കി ആശ്വാസം കണ്ടെത്തുമായിരുന്നു ഞാൻ. ആറ്റുനോറ്റ് വരുന്ന ഓരോ ഓണത്തിനും കോടിയെടുത്തപ്പോൾ എനിക്കും ഏട്ടനും ഒരേ നിറത്തിലുള്ള തുണിയെടുക്കുന്നത് കാണുമ്പോഴൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു, വെവ്വേറെ നിറത്തിലുള്ള തുണിയായിരുന്നെങ്കിൽ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉടുത്തൂടായിരുന്നോ എന്ന്. അമ്മയുടെ ആ ചോദ്യത്തിന് മാത്രം ഒരിക്കലും ഉത്തരം കിട്ടിയിരുന്നില്ല. ഞാൻ ആദ്യമായി ജോലിക്ക് പോകും നേരം അമ്മയുടെ കാലിൽ തൊട്ടാണ് അനുഗ്രഹം വാങ്ങിയത്. അച്ഛൻ ആ സമയം പറമ്പിലെന്തോ പണിയിലായിരുന്നു. ഒരു ദിവസം കോലായി കിടന്നിരുന്ന എൻ്റെ ഷൂ എടുത്ത് അച്ഛൻ തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടു. ജീവിതത്തിൽ ഇന്നേ വരെ ചെരുപ്പിടാത്ത അച്ഛൻ്റെ മുഖത്തപ്പോൾ കൗതുകമായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ടുകൊടുത്തത് അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മയോട് മാത്രം യാത്ര ചോദിച്ചിറങ്ങുന്ന ദിവസങ്ങളിൽ പലപ്പോഴും കോലായിൽ മുഖസാക്ഷിയായി അച്ഛൻ ഇരിപ്പുണ്ടാവാറുണ്ട്. മെല്ലെ മെല്ലെ അച്ഛൻ്റെ ഗൃഹനാഥപ്പട്ടം ഞാനിങ്ങെടുക്കുകയായിരുന്നു. കയ്യും കണക്കുമില്ലാതെ ഞാൻ വാങ്ങിക്കൂട്ടിയ പച്ചക്കറികളും പലഹാരങ്ങളും ചീഞ്ഞും പഴകിയും അടുക്കളയിൽ കിടക്കുക പതിവായിരുന്നു. അത് കണ്ട് ആദ്യമൊക്കെ ദേഷ്യപ്പെടുമായിരുന്ന അച്ഛൻ പിന്നീടൊന്നും പറയാതായി. 11 മണിക്ക് ശേഷം അനാവശ്യമായി കത്തുന്ന ബൾബെല്ലാം അണച്ചിട്ട് പോകാറുള്ള അച്ഛൻ പിന്നീട് ആ വഴി വരാതായി. അച്ഛൻ്റെ ചിറകിൽ നിന്ന് സ്വതന്ത്രനായ ഞാൻ ശരിക്കും വീട്ടുഭരണം ആസ്വദിക്കുകയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് എന്നെ കാണാൻ വന്ന സഹപ്രവർത്തകരുടെ അരികിലേക്ക് ആ വിയർപ്പ് മണക്കുന്ന പുറങ്കീറിയ ഷർട്ടുമിട്ട് അച്ഛൻ പറമ്പിൽ നിന്ന് വന്ന് സംസാരിച്ചത് എൻ്റെ നിലയ്ക്കും വിലയ്ക്കും കുറച്ചിലായെന്ന് ആ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞ് ജനാലവാതിലിനരികിൽ നിൽക്കും നേരം പറമ്പിൽ നിന്ന് അച്ഛൻ ആരോടോ സംസാരിക്കുന്നതായി തോന്നി. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് തൂമ്പയുമായിരുന്നു തന്നെത്താനെ സംസാരിക്കുന്ന അച്ഛനെയാണ്. പിറ്റേ ദിവസം അമ്മ പറയുന്നത് കേട്ടു, അച്ഛൻ ഇപ്പൊ രാത്രി ഉറക്കമില്ലെന്നും അലമാരയിൽ വെച്ച പഴയ പുസ്തകങ്ങളെ നോക്കി ആരോടെന്നില്ലാതെ സംസാരിക്കലാണ് പണിയെന്നും. അന്ന് വൈകുന്നേരം തിരിച്ചു വരാൻ നേരം ഇരുട്ടിയിരുന്നു. മുറ്റത്തെത്തിയപ്പോൾ കേട്ടത് തൂമ്പ നിലത്ത് കൊത്തുന്ന ശബ്ദമാണ്. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പറമ്പിൽ തലങ്ങും വിലങ്ങും കിളച്ചുമറിച്ച് എന്തൊക്കെയോ പിറുപിറുത്തു നടക്കുന്ന അച്ഛനെയാണ്. അകത്തേക്ക് കയറിയപ്പോൾ ഭീതിയോടെ വന്നെന്ന അമ്മ കെട്ടിപ്പിടിച്ച് അച്ഛനെ ചൂണ്ടിക്കാണിച്ച് പൊട്ടിക്കരഞ്ഞു. ബന്ധുക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും അകന്നു താമസിക്കുന്ന അച്ഛൻ്റെ ഒരേ ഒരു ചങ്ങാതി ശങ്കരേട്ടനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ശങ്കരേട്ടൻ വീട്ടിൽ വന്നു. അച്ഛൻ്റെ കൂടെ കുറേ നേരം നടന്നു, ഇരുന്നു, പറമ്പിലെല്ലാം നടന്നു, സംസാരിച്ചു. പോകാൻ ഒടുവിൽ ശങ്കരേട്ടൻ എൻ്റെ കയ്യും പിടിച്ച് കുറച്ചു ദൂരം നടന്നു. ആരും അറിയാത്ത, ആരോടും പറയാത്ത എൻ്റെ അച്ഛൻ്റെ ഭൂതകാലം ശങ്കരേട്ടൻ എന്നോട് പറയുകയായിരുന്നു. ഒന്നും പറയാനാവാതെ ശങ്കരേട്ടൻ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു, അവൻ്റെ ലോകം ഈ വീടും പറമ്പും നിങ്ങളൊക്കെയുമാണ്. ആ
മനസ്സ് താളം തെറ്റാതെ നോക്കണേ മോനെ. അങ്ങനെ വന്നാൽ ഈശ്വരൻ പോലും പൊറത്തു തരില്ല എന്ന് എല്ലാം പറഞ്ഞ് ശങ്കരേട്ടൻ പോകുന്നതും നോക്കി ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പലപ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോൾ മഴ നനഞ്ഞ് പനി പിടിച്ച് കിടന്ന നേരം എല്ലാവരും കിടന്ന ശേഷം അച്ഛൻ എന്നെ അരികിൽ എത്തുമായിരുന്നു. പുതപ്പൊക്കെ ശരിയാക്കി എന്നരികിലിരുന്ന് ശിരസ് മെല്ലെ തലോടുമായിരുന്നു. ഞാൻ ഉറങ്ങിക്കാണും എന്ന തോന്നലോടെ. ഒരു ഷർട്ടിടാൻ മോഹിച്ചിട്ട് പട്ടാളക്കാരൻ കുഞ്ഞപ്പേട്ടൻ്റെ പഴയ ഷർട്ടൊരെണ്ണം വെട്ടിച്ചെറുതാക്കി ഇട്ട് നടന്നിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. വിശന്ന് വയറെരിഞ്ഞ് തളരും നേരം ആടിന് കൊടുക്കാനെന്നും പറഞ്ഞ് അയൽ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അതിനിടയിൽ കൈയിട്ടിളക്കി അടിയിൽ കിടക്കുന്ന വറ്റെടുത്ത് കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. ആ അച്ഛനെ മനസ്സിലാക്കാൻ പോയല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. അച്ഛനെയും തിരഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്നു. അവിടെ കണ്ടില്ല. അടുക്കളയിലും ഇടനാഴികയിലും നോക്കി, അവിടെയും കണ്ടില്ല. പറമ്പിലേക്ക് നടന്നു. അവിടെ കൊത്തിക്കിളയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛൻ. മെല്ലെ മെല്ലെ ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. അയൽക്കാരൻ്റെ ഷർട്ട് വെട്ടി ചെറുതാക്കിയിട്ട് നടന്നിരുന്ന ഗതികേട് തൻ്റെ മക്കൾക്ക് വരുത്താത്ത അച്ഛൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വിശന്ന് വയറെരിഞ്ഞ് അയൽ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിക്കുടിച്ച ഗതികേട് തൻ്റെ മക്കൾക്ക് വരുത്താത്ത അച്ഛൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ എൻ്റെ തല കുറ്റബോധത്താൽ താഴുന്നുണ്ടായിരുന്നു. മെല്ലെ അച്ഛൻ്റെ പിറകിൽ പോയി ഞാൻ കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നിന്ന് എന്നെ നോക്കിയ അച്ഛൻ്റെ മുന്നിൽ ഞാൻ കൈകൂപ്പി മാപ്പിരന്നു. ഒന്ന് ഈ കൈകൊണ്ട് തല്ലച്ച എന്ന് പറഞ്ഞ് ആ വലം കൈയെടുത്ത് എൻ്റെ മുഖത്ത് വച്ചപ്പോൾ ആ കൈയെടുത്ത് എൻ്റെ തലയിലൂടെ തലോടി ചോദിച്ചു, മുടിയിലോ എണ്ണയൊന്നും ഇടാറില്ല അല്ലേ? അതാ ഇങ്ങനെ മുടിയെല്ലാം പാറിപ്പറന്ന് നിൽക്കണേ. അച്ഛാ എന്ന് വിളിച്ച് ഞാൻ ചേർത്ത് പിടിച്ചു. രണ്ട് വഴക്കെങ്കിലും മുഖത്ത് നോക്കി പറയച്ചാ. ഒന്നും പറയാതെ അച്ഛൻ എൻ്റെ മുഖത്തേക്കു തന്നെ നോക്കി നിന്നു. തൂമ്പ കയ്യിൽ നിന്ന് വിടുവിപ്പിച്ച് അച്ഛനെ ഞാൻ ചേർത്ത് പിടിച്ചു. എനിക്കറിയാമായിരുന്നു, ഇങ്ങനെ ചേർത്ത് നിർത്തിയാൽ എൻ്റെ അച്ഛൻ്റെ താളം തെറ്റിയ മനസ്സ് പഴയതുപോലെയാകുമെന്ന്. എനിക്കറിയാമായിരുന്നു, മക്കളാൽ ഇങ്ങനെ ചേർത്ത് നിർത്തപ്പെടാൻ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന്. അകത്തേക്ക് ചെന്ന് ഒരു കുമ്പിൽ കഞ്ഞിയെടുത്ത് കോരി അച്ഛൻ്റെ വായിൽ വച്ച് കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അച്ഛന് മതി മോനെ, വയറ് നിറഞ്ഞെന്ന്. അത് കേട്ട് ഞാൻ അച്ഛൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു, മുഴുവനും കഴിക്കച്ചാ, ഇല്ലേ ബാക്കിയായ കഞ്ഞിയെന്നും പറഞ്ഞ് അമ്മ തെങ്ങിൻ ചോട്ടിൽ കൊണ്ടുപോയി കളയുമെന്ന്. അത് കേട്ടപ്പോൾ അച്ഛൻ ഓരോ കുമ്പിളും ആവേശത്തോടെ കോരിക്കുടിക്കാൻ തുടങ്ങി. നന്ദി, നമസ്കാരം.